മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകട്ടെ. ഭക്തരെ, സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. അതുപോലെ ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനും കഴിയുന്നില്ല. നിങ്ങളുടെ സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്തു നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഭയം തോൽവിയാണെങ്കിൽ തോൽക്കാനായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. തോൽവി പരിചിതമായാൽ വിജയം നിങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നല്ലതായാൽ മതി. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് സമയം കളയാതിരിക്കുക. ജീവിതം വളരുകയും ചെറുതാകുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെയും ധൈര്യവും ആത്മവിശ്വാസവും അനുസരിച്ചായിരിക്കും. ചില വ്യക്തികളുടെ മുഖത്തുള്ള സൗന്ദര്യം അവരുടെ ഹൃദയത്തിനുണ്ടാകണമെന്നില്ല. എന്നാൽ ചിലർക്ക് അവരുടെ മുഖത്തിനേക്കാൾ ഹൃദയത്തിലാണ് സൗന്ദര്യം. നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ഹൃദയം നോവുകയും ചെയ്യുന്ന ഇടങ്ങൾ നിങ്ങളുടേതല്ല. അവിടെ സ്നേഹത്തിനും വിശ്വാസത്തിനും വിലയുണ്ടാവില്ല. ഒരു കയ്യകലം എന്തിനോടും എന്തുകൊണ്ടും നല്ലതാണ്. നോവാതിരിക്കാനും നോവിക്കാതിരിക്കാനും കുറച്ചകലം നല്ലതാണ്. ഭക്തരെ, ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി എന്ന് കരുതരുത്. ക്ഷമിക്കേണ്ടയിടത്ത് ക്ഷമിക്കണം, പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കണം. എന്നാലേ മനുഷ്യനാകൂ. നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യത്തിന് 3-4 മിനിറ്റ് ആയുസ്സേ ഉള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക് ഒരായുസ്സിൻ്റെ വലിപ്പമുണ്ടായി എന്ന് വരാം. അവഗണിക്കുന്നവരെ ഒഴിവാക്കി പരിഗണിക്കുന്നവരോടൊപ്പം നിൽക്കുക. ജീവിതം മനോഹരമായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.